ദൈനംദിന ജീവിതത്തിൽ സുപരിചിതമായ വാക്കാണ് പരിശോധന എന്നുള്ളത്. രോഗനിർണയത്തിന് ഡോക്ടേഴ്സ് പല ടെസ്റ്റുകളും നടത്താൻ പറയാറുണ്ട്. റിസൾട്ട് നോക്കിയിട്ടാണ് രോഗനിർണയവും ചികിത്സയും നിശ്ചയിക്കുന്നത്. നമ്മളത് അവോയ്ഡ് ചെയ്യാറില്ലല്ലോ. കൃഷിയോടുള്ള ബന്ധത്തിൽ മണ്ണ് പരിശോധന കൂടുതൽ പ്രയോജനം വയ്ക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണം. ബാങ്കുകളിലും മറ്റു ഓഫീസുകളിലും ഓഡിറ്റിംഗ് നിർബന്ധമാണ്. വാഹനം വാങ്ങുന്നവർ അത് ട്രയൽ റൺസ് എടുക്കും. വിദ്യാർത്ഥികൾ പരീക്ഷ നേടുന്നവരാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ജീവിതത്തിൽ വിവിധ പരിശോധനകൾക്കും പരീക്ഷകൾക്കും വിധേയരാകുന്നവരാണ്. തോൽവിയും ജയവും അതിനിടയിൽ സംഭവിക്കും. ഏത് സാഹചര്യത്തെയും നേരിട്ട് മുന്നേറുന്നതാണ് യഥാർത്ഥ ജീവിതം. ഈ വിഷയത്തിൽ ബൈബിൾ എന്ത് പറയുന്നു എന്ന് ചുരുക്കമായി ചിന്തിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. യാക്കോബ് 1:12. ദൈവം ദോഷങ്ങളെ പരീക്ഷിക്കുകയില്ല എന്നും ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ദൈവം അനുവദിക്കുന്ന പരീക്ഷകൾ അഥവാ പരിശോധനകളും ഉണ്ട്. അവ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ നേരിടുവാൻ കഴിയേണ്ടതാണ്. സകലത്തെയും പോസിറ്റീവായി കാണുവാൻ കഴിയണം. അല്ലെങ്കിൽ തളർന്നു പോകും, കരകയറുവാൻ പ്രയാസമായിരിക്കും. രാജ്യത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണ സേന രംഗത്തിറങ്ങാറുണ്ട്. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നതാണല്ലോ ലക്ഷ്യം. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം തൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം അയക്കുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ വാക്യം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34:7. പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുയർത്തും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഉത്കണ്ഠ മാറിപ്പോകും. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. എബ്രായർ 12:3. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഗുണത്തിനായി ദൈവം ചെറിയ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതൊരാളെയും തല്ലുന്നു എന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളയരുത്. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയാണ് ഉള്ളത്? അവർ ശിക്ഷിച്ചപ്പോൾ നാം അത് ഏറ്റെടുക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തുവല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ ശിക്ഷകൾക്ക് നാം വിധേയപ്പെടേണ്ടതല്ലേ? ദൈവമോ തൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിനെ നമ്മുടെ ഗുണത്തിനായി തന്നെ ആണ് ശിക്ഷിക്കുന്നത്. എബ്രായർ 12:6-10 വരെയുള്ള വാക്യങ്ങൾ അത് രേഖപ്പെടുത്തുന്നു. സമൂഹത്തിൽ സത്യസന്ധതയോടെ ജീവിക്കുന്നവർക്കും ഓഫീസുകളിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കും ഒരു റെയ്ഡും ഭയപ്പെടേണ്ടതില്ലല്ലോ. അല്ലാത്തവരാണ് പിടിക്കപ്പെടുന്നത്. നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. പരിശോധനകളെയും പ്രതിസന്ധികളെയും സമചിത്തതയോടെ നേരിടാം. വിജയം സുനിശ്ചിതമാണ്. ഗോഡ് ബ്ലസ് യു.